എത്ര ഓപ്പറേഷൻ കഴിഞ്ഞു? എൻ്റെ ഈ തല, എൻ്റെ ഈ ഷോൾഡർ, എൻ്റെ ഈ ബ്രസ്റ്റ്, എൻ്റെ ബൈപ്പാസ്, എൻ്റെ വയറ് 3 കുട്ടികളെ ഗർഭം ധരിച്ചതിൻ്റെ ഫലമായിട്ട് വയറ് മുഴുവൻ വിട്ട് ഇങ്ങനെ വീണു. അത് അബ്ഡോമൻ സർജറി ചെയ്തു, പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കുകയാണ്. ഈ 2 കാൽമുട്ട്. വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ലോക വാർദ്ധക്യ ദിനമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പല ആളുകളും ഒരുപക്ഷെ ഏജ്ഡായിട്ട് ഇനി എന്ത് ചെയ്യണം, എന്താകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു ഇൻസ്പിറേഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ കാരണം. എൻ്റെ കൂടെയുള്ളത്, ഞങ്ങളൊക്കെ മമ്മി എന്നാണ് വിളിക്കണം, എൻ്റെ പ്രിയ സുഹൃത്ത് പിൻറ്റോടെ മമ്മിയാണ്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. വളരെ മോട്ടിവേഷൻ നൽകുന്ന ഒരാളാണ്. അത് മാത്രമല്ല വളരെ എനർജിയുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഇദ്ദേഹത്തിൻ്റെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? തീർച്ചയായിട്ടും. വാവ്. മമ്മിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് ഈ വാർദ്ധക്യ ദിനത്തോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സ്. 60 വയസ്സായ ആൾ ഇപ്പോഴും. മമ്മിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? മമ്മി എപ്പോഴും വളരെ ഫാഷനബിളാണ്. ഫാഷനബിൾ മാത്രമല്ല, വളരെ മോഡേൺ ആണ്. ഇങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ മമ്മിക്ക് ഇഷ്ടമല്ല, അല്ലേ? ഒരിക്കലും ഇല്ല. എപ്പോഴും മോട്ടിവേറ്റഡ് ആയ കാര്യങ്ങൾ, എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുക എന്റെ ദൗത്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആണല്ലേ? ഇതെങ്ങനെ ഇങ്ങനെ മോട്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്നു? എന്താണ് എന്റെ എനർജി? ഒന്ന് പറഞ്ഞാ. എനർജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് 2ാമത്തെ കൊച്ചു മരിച്ച സമയത്ത് ഞാൻ ഡള്ളായിരുന്നു. അന്ന് എന്റെ ഹസ്ബൻഡ് എന്നെ പിക്കപ്പ് ചെയ്ത് എടുത്തു. മോനും ചെറിയ കുട്ടിയാണ് മോൻ. അന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് എടുത്തപ്പോഴ് പിന്നെ എൻ്റെ വീട് എന്നിലൂടെ അങ്ങോട്ട് വളരാൻ തുടങ്ങി. അപ്പോൾ അത് വളരെ മെച്ചമുണ്ട് ആ കാര്യത്തില്. പിന്നെ നമ്മൾ വളരെ രോഗിയായിരിക്കുന്ന അവസ്ഥയിലും തീർച്ചയായിട്ടും ഞാൻ ഡള്ളായാൽ എൻ്റെ വീട് ഇങ്ങനെ ഉടഞ്ഞു പോകും. അപ്പം ഞാൻ ഏത് അവസ്ഥയിലും ശക്തിയായിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. അത് ഈ നിമിഷം വരെ പോസിറ്റീവാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ലോക വാർദ്ധക്യ ദിനമാണ്. ഒരു 50 വയസ്സ് അല്ലെ, മമ്മൂട്ടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം 70 വയസ്സുണ്ട്. അതൊക്കെ അപൂർവമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും മമ്മിക്ക് അറിയില്ല. നമുക്ക് ഇരുന്നല്ലേ, ബാ ഇവിടെ ഇരിക്കും. ഇരുന്ന് നന്നൊക്കെ വർത്താനം പറയും. ഞാൻ നിർത്തണം ശരിയല്ലല്ലോ. അതുകൊണ്ടാട്ടോ മമ്മി ഇരിക്കും. ഞാനിന്നോട്ടെ. ഓക്കെ. ഈ ലോക വാർദ്ധക്യ ദിനമാണല്ലോ ഇന്ന്. ലോക വാർദ്ധക്യ ദിനമായിട്ട് നിൽക്കുമ്പോഴും ഒരുപാട് ആളുകൾ മമ്മിയൊന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ എന്താ പറയുക, ഞാൻ എന്ത് ചെയ്യും, എനിക്കിത് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് മമ്മി, അല്ലേ? ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ഒരു വലിയ യൂട്യൂബ് ചാനൽ നടത്താൻ എൻ്റെ ക്രിയേറ്ററാണ്. അല്ല, ഞാൻ പറയാണ്. ഇപ്പോൾ ആദ്യം തന്നെ ibadurahman ആളിപ്പോഴും മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞു, ഇല്ലേ? മമ്മൂട്ടി ഫിലിം ആക്ടറാണ്. ഒരുപാട് വ്യക്തികളെ എന്താ പറയണ്ടേ, വേലക്കാരും സെർവൻ്റൊക്കെ വെച്ച് ജീവിക്കുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും തൊട്ട് സെറ്റ് വരെ എല്ലാ ജോലികളും പ്രഭാതത്തിൽ 5 മണിക്ക് എഴുന്നേറ്റ് പ്രയർ കഴിഞ്ഞ്, വിശുദ്ധ കുർബാന കഴിഞ്ഞ്, പ്രയർ കഴിഞ്ഞ്, പിന്നെ അടിപൊളി ഫുഡ് ഉണ്ടാക്കി, അതിങ്ങനെ ബെസ്റ്റ് ഫുഡ് ഉണ്ടാക്കും ഞാൻ. എന്നാൽ കഴിയാവുന്നത് ഓക്കെ ചോദിച്ചോ. അപ്പോ കൃത്യനിഷ്ഠയാണ്. 11:30-ക്കുള്ളിൽ എന്റെ പണി കഴിയും. രാത്രി 11:30 ഇല്ല, പകല് 11:30-ക്കുള്ളിൽ എല്ലാ പണിയും കഴിയും. ഉച്ചക്കലത്തെ ലഞ്ചിനുള്ളത് വേലക്കാരില്ലാതെ. അത് ഈ ഏജിൽ പറ്റുമോ? പല അമ്മച്ചിമാരും 50 വയസ്സാവുമ്പോ വയ്യ എന്ന് പറയും. പക്ഷെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നോ എന്ന് പറയില്ല, ഒരിക്കലും പറയില്ല. അതൊരു വളരെ ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഹസ്ബൻഡിന് മോട്ടിവേഷൻ കൊടുക്കാൻ, മകന് മോട്ടിവേഷൻ കൊടുക്കാൻ, മകന്റെ ഭാര്യയ്ക്കായിരുന്നാലും എല്ലാത്തിനും ഞാൻ അത് പറയും. മോളെ ക്ഷീണിക്കരുത്. നമ്മൾ ക്ഷീണം വന്നാലും നമ്മൾ ആക്ട് ചെയ്യണം, ആരോഗ്യം ആക്ട് ചെയ്യണം. അതാണ് അത്. ഇബാദു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയണേ. കാരണം മമ്മൂട്ടിയുടെ ഉദാഹരണം പറഞ്ഞത് കൊണ്ടാണ്. ഈ ഏജിലും ഇനിയും ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ടുള്ള ശക്തി ആർജിച്ചെടുക്കണം. ഈ കൈകളില്ലേ, ഇതിങ്ങനെ വീഴുകയും ചെയ്യാം, ഇങ്ങനെ പിടിക്കും ചെയ്യാം. ഇങ്ങനെ വീഴാൻ നമുക്ക് പറ്റും, ഇങ്ങനെ ആക്കാനും നമുക്ക് പറ്റും. എനർജി. ഞാനേ മമ്മീനെ കുറിച്ച് പറയുമ്പോൾ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞ മനസ്സിലായി. പിൻഡോ നമ്മൾ വളരെ നല്ലൊരു സുഹൃത്താണ്. പിൻഡോയുടെ മമ്മിയെ കുറിച്ച് നമുക്ക്, പിൻഡോയുടെ എത്ര ഓപ്പറേഷൻ കഴിഞ്ഞു? എൻ്റെ ഈ തല
എൻ്റെ ഈ ഷോൾഡർ, എൻ്റെ ഈ ബ്രസ്റ്റ്, എൻ്റെ ബൈപ്പാസ്, എൻ്റെ വയറ് 3 കുട്ടികളെ ഗർഭം ധരിച്ചതിൻ്റെ ഫലമായിട്ട് വയറ് മുഴുവൻ വിട്ട് ഇങ്ങനെ വീണു. അത് അബ്ഡോമൻ സർജറി ചെയ്തു, പ്ലാസ്റ്റിക് സർജറി ചെയ്യിച്ചിരിക്കുകയാണ്. ഈ 2 കാൽമുട്ടുകളും ഇല്ല. അപ്പൊ അതൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരേ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമൊക്കെ തോന്നും. ഹസ്ബൻഡിനോട് ചോദിച്ചാൽ അറിയാം, സഡൻ എഴുന്നേൽക്കും ഞാൻ, എഴുന്നേൽക്കും. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു വന്നത് ഒരു ഫിലിം ആക്ടറിന് മാത്രമല്ല നമ്മൾക്കും ജീവിക്കാൻ പറ്റും എന്നതാണ് എൻ്റെ ദിനചര്യകളിൽ പെട്ട ഒന്നാമത്തെ കാര്യം. മമ്മി ഞാനൊരു കാര്യം ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുക എന്നുള്ള വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. തീർച്ചയായിട്ടും ആ ഡിസിപ്ലിനാണ് മമ്മീനെ എനർജറ്റിക് ആക്കുന്നത് അർത്ഥം. ഒരു സമയത്തും വളരെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഈ ഡിവോഷണൽ സ്പീക്ക് ചെയ്യുന്ന നമ്മൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് അറിയാൻ പറ്റും, ഡിവോഷണൽ സ്പീക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം വളരെയധികം മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ കണ്ടതെന്ന് അറിയോ, എന്നെ അത്ഭുതപ്പെടുത്തുക എപ്പോഴും മുടിയൊക്കെ ഈരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇത് ഉണ്ട്. ചിലപ്പോൾ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരും 65 വയസ്സുള്ള തള്ളയാണ്, 65 വയസ്സുള്ള തള്ളയാണ്, ചുരിദാറിന് പറ്റിയ ഇതൊക്കെ ഇട്ട്. ഈ സാധനങ്ങളെല്ലാം ലൈഫിൽ കോൺഫിഡൻസ് വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. നൈൽ പോളിഷ് അതും ചെയ്യും. ഇപ്പൊ എനിക്ക് ഇതിങ്ങനെ ഞരമ്പെടുത്തിട്ടുള്ള ഒരു ഇവിടെ ബൈപ്പാസ് നെഞ്ചിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുക ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. പക്ഷെ വളകൾ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. വള ഇടാതെ നടന്നാൽ ചിലപ്പോൾ അത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ വളയിടും. കാരണം എനിക്ക് ഭംഗി ഉണ്ടാവണം. അപ്പൊ ഇത്ര മണ്ടക്കം വളയിടും, വലിയ വളയിടും, നൈൽ പോളിഷ് ഇടും, ലിപ്സ്റ്റിക് ഇടും. എന്താ അതൊക്കെ ഇല്ലാണ്ട് ജീവിച്ചാല് വേണ്ട. എന്തിനിപ്പോ ഇത്? ഒരിക്കലല്ല, വേണം. മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിച്ച് മരിക്കണം. ഇബാദെ, അതാണ് രസം. അത് ഞാൻ എൻ്റെ കൂടെയുള്ളവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കിഷ്ടമാണ്. എല്ലാവരോടും ഞാൻ പറയും. ഞാൻ ക്ലാസ് എടുക്കുന്ന സ്ഥലങ്ങളിലും പിന്നെ എനിക്ക് കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, മരിച്ച് ജീവിക്കരുത്, ജീവിച്ച് മരിക്കണം. അതുപോലെ നടത്തം 55 വയസ്സ്, 56 വയസ്സ്, 58 വയസ്സാകുമ്പോഴേക്കും പലരും ഇങ്ങനെ ഇഞ്ഞി വിജയ. അപ്പൊ ഞാൻ പറയും ജീവിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറയും നടത്തം മാറ്റണം കേട്ടോ. ഏജ് കൂടുന്തോറും നടത്തത്തിന് സ്റ്റൈൽ വരുത്തണം എന്ന് പറയും. ഞാൻ ഈ പറയുന്ന ആൾക്കില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഞാനങ്ങ് നടത്തത്തിന് സ്റ്റൈൽ മാറ്റും. കാരണം പണ്ട് കുട്ടിക്കാലത്തുള്ള അതേ നടത്തം തന്നെ ഇപ്പോഴും ഉണ്ട് എനിക്ക്. ഞാൻ ചോദിക്കട്ടെ, നടത്തം മീൻസ് വാക്കിങ് 4 കിലോമീറ്റർ നടക്കും ഞാൻ ഡെയിലി നടക്കും, ഞാൻ ചേട്ടനും കൂടിയിട്ട്. പിന്നെ ഞാൻ സമയം ഉണ്ടാക്കി 10:30 തന്നെ യോഗയ്ക്ക് നിൽക്കും, യോഗ ചെയ്യും. യോഗ നമ്മുടെ കൈകളും കാലുകളും. അപ്പൊ ഇതിന് ആരോഗ്യമില്ല, ഞരമ്പെടുത്തതാണ്. അപ്പൊ നമ്മുടെ യോഗ ചെയ്യുന്നു. കഴുത്ത് മുതൽ കണ്ണ് മുതൽ കാലിന്റെ കാൽപാദം വരെയുള്ള യോഗ ചെയ്യുമ്പോൾ 10:30 to 11:45 നന്നായിട്ട്. അത് ഞാനിപ്പോ ഇരിക്കണോ? അല്ല, യോഗ പോസിൽ ഇപ്പൊ നമുക്ക് ഞാൻ പിന്നത്തെ ഒരു വീഡിയോ ഇടാം. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം. ഇപ്പൊ ഞാൻ അങ്ങനെ എനിക്കിന്റെ സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ വേണം. പല അമ്മച്ചിമാരും ഇന്ന് ഭർത്താക്കന്മാരും വയസ്സായി, ഞാനും വയസ്സായി, ചേട്ടനും വയസ്സായി, ഞാനും വയസ്സായി. എമ്മതിന്റെ വെളിച്ചത്തിൽ നമ്മളുടെ ആ ഒരു ഭംഗി, നമ്മുടെ എനർജറ്റിക് കളയാൻ പാടില്ല. അവർക്ക് ചേട്ടന് ഇൻസ്പിറേഷൻ കൊടുക്കേണ്ടത് ഞാനായിരിക്കണം. ഞാൻ ഡള്ളായാൽ ചേട്ടൻ ഡള്ളാവും. വേറെ കാര്യം ചോദിക്കണമെന്ന് തോന്നരുതേ, ഇപ്പോഴും റൊമാൻറ്റിക് ആണോ? ഓ, ഭയങ്കര റൊമാൻറ്റിക്കാ. ഞാൻ എന്താണെന്നറിയില്ല. അത് എന്താറിയോ, ഞാൻ എവിടെയോ പണ്ട് വായിച്ചത്, റൊമാൻറ്റിക് ആയ ആളുകള് എപ്പോഴും ആന്റി ഏജ്ഡ് ആയിരിക്കും. എപ്പോഴും റൊമാൻറ്റിക് ആയിട്ട് വളരെ ഒരു ഭംഗിയുള്ളവർക്ക് ഇത്ര ചെലപ്പത്തിനെ. ഞാൻ സത്യം പറയാൻ നുണ പറയാല്ലോ ആക്ച്വലി. ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ ആളുകളോട് കാര്യം പറയട്ടെ. നിങ്ങൾ ഒരുപക്ഷെ ലില്ലി റാഫേൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നോക്കിയാൽ അറിയാൻ പറ്റും ആളുടെ ഒരു എനർജി ലെവൽ, ആളുടെ ഒരു മോട്ടിവേഷൻ കാര്യങ്ങൾ. എന്നെ സത്യം പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്ത് എന്നോട് പറയട്ടെ, ഇപ്പം അതേ നീ ആ ഡ്രസ്സ് ഇടരുത്, ഇപ്പം അതേ നീ ഈ ഡ്രസ്സ് ഇടണം. അപ്പം എന്നോട് പറയും
നല്ല നല്ല ഡ്രസ് ഇടുന്ന ആൺകുട്ടികളെ കാണാൻ എന്ത് ഭംഗിയാ അല്ലേ? കണ്ടു ഞാൻ ഇന്ന് ഇബാദിനെ കണ്ട വശം ചോദിച്ചില്ലേ, ഈ ബ്ലാക്ക് ഷർട്ട് നന്നായിരിക്കുന്നു, എന്നും ടീഷർട്ട് ഇട്ടല്ലേ കാണാറ്? ഞാൻ ആ ഹസ്ബൻഡിന്റെ അടുത്ത്, എന്റെ ചേട്ടന്റെ അടുത്ത് ഞാൻ പറയും ഇന്ന ഡ്രസ്സ് ഇടണം, ഞാൻ മേക്കപ്പ് ചെയ്തുതരാം, ചേട്ടന് ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ മോന്റെ അടുത്ത് പറയും ഇന്ന് ഷേവ് ചെയ്യാറായിണ്ടല്ലോ, അങ്ങനെ പറയും. അങ്ങനെ വീട്ടിലെല്ലാവരും ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ഞാനും ഒരു ത്രില്ലടിക്കും വീട്ടില്, സന്തോഷം. ഒന്നാലോചിച്ച് നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തില് ഒരു 65 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സായ ആളുകൾ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ചിന്തിച്ച് ഈ ഒരു എന്താ പറയുക, പിന്നെ എന്താ വിഷയം എന്നറിയോ, അത് പറയാൻ മറന്നുപോയി. ഞാൻ ഇപ്പം മമ്മി ഫോർ എക്സാമ്പിൾ, മമ്മി ഇപ്പോൾ ഒരുങ്ങി പിടിച്ച് നടക്കുകയാണ്. ഞാൻ പറയും ആ തള്ളക്ക് വേറെ ഒരു പണിയും ഇല്ല കേട്ടോ. അല്ലെ, നൈൽ പോളിഷൊക്കെ ഇട്ട് വയസ്സാം കാലത്ത് ചുരിദാർ ഇട്ട് വളയം ഇട്ട് മുടിയൊക്കെ ബോബി, ഇതൊരു പണിയില്ല കേട്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. അവര് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. പിന്നെ എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിയപ്പോ എന്റെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയപ്പോ എനിക്ക് തലമുടിയൊക്കെ മുറിച്ച് കളഞ്ഞ് ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് ഉള്ളത് സ്റ്റൈലിടാം. ഓക്കെ, അപ്പൊ ഇത് മുടി എന്റെ ശരിക്കുള്ള മുടിയാണ് കേട്ടോ. ഓക്കെ, മഞ്ജു വാര്യറിനെ കണ്ടിട്ടുണ്ടോ? ശരിക്കും നമുക്ക് നോക്കി പഠിക്കാനുണ്ട്. ഇത്രയും ദുഃഖങ്ങളിലെ ആള് ഇത്ര സ്റ്റൈലായിട്ടാ. പക്ഷെ മഞ്ജു വാര്യറിനെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്, അവള് പാവാടിയിട്ട് നടക്കണമെന്ന്. നോ, ഞാൻ പറയണേ നടക്കണം. മഞ്ജു വാര്യർ നടക്കുന്ന പോലെ എന്തുകൊണ്ട് നമുക്ക് നടന്നൂടാ? ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറയാറുണ്ട് സ്റ്റൈലായിട്ട് നടക്കണം. ചേട്ടാ ആ ഷർട്ട് മാറ്റി ഞാനാ സെലക്ട് ചെയ്തുതരാം ചേട്ടന് ഷർട്ട്. അപ്പൊ ഒരു വീട് ഒരു അമ്മയുടെ കയ്യിലാണ്, ഒരു ഭാര്യയുടെ കയ്യിലാണ്. മനസ്സിലാക്കണ്ടേ ഇബാദ്? അപ്പൊ അങ്ങനെ ഇപ്പൊ ഇന്ന് ഇബാദിനെ കണ്ടപ്പോ നല്ല ഷർട്ട്, കാരണം ഞാൻ കാണുമ്പോൾ ഒക്കെ ടീഷർട്ട് ഇട്ടാ. പക്ഷെ ഒരു എക്സിക്യൂട്ടീവ് മോഡൽ ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് വന്നപ്പോഴ് റിയലി ഇൻസ്പയറിംഗ്. നോ കോംപ്രമൈസ്. ബിക്കോസ് നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ ആകണം എങ്കിൽ മാത്രമേ നമുക്കൊരു ആൻറ്റി ഏജിങ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ എവിടെയും ഒരു ഹാപ്പിനെസ് കണ്ടെത്തുക. ഈ ഒരു ലോക വാർദ്ധക്യ ദിനത്തിൽ ഞങ്ങൾ വിളിക്കുന്ന ലില്ലിക്കുട്ടി ഇനി അതീവ സുന്ദരിയായിരിക്കുന്നു, ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, തമ്പുരാൻ ദീർഘായുസ് നൽകട്ടെ, എല്ലാവിധ നമ്മുടെ സൗഹൃദം പിന്നെയും മുന്നോട്ട് പോട്ടെ. മമ്മിക്കൊരു ചാനലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, കണ്ടോളൂ. വളരെ മോട്ടിവേറ്റഡ് ആണ്. ഏജിങ്ങിനെ കുറിച്ച് പറയിടാ. എനിക്ക് 30 വയസ്സായി 35 വയസ്സായെന്ന് അല്ലെങ്കിൽ 40 വയസ്സായി 50 വയസ്സായെന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ, അവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തണം. വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. അപ്പൊ എന്തായാലും തമ്പുരാൻ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.